ഹലോ, ഇന്നത്തെ സ്കൂളിൽ ഇന്റർനാഷണൽ ഡേ ആയതുകൊണ്ട് ഞാനിന്ന് തനി മലയാളി മങ്കായിട്ടാണ് പോകുന്നത്. ഹീൽ പെയിൻ ആയതുകൊണ്ട് തന്നെ കുറേ കാലമായിട്ട് ഷൂ ആണ് ഇടുന്നത്. ഇപ്പം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇന്ന് സാരി ഇല്ലേന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് ഒരു ഹീൽ ഇട്ടത് കേട്ടോ. അപ്പോൾ ഹീൽസ് ഇട്ടതുകൊണ്ട് തന്നെ കുറച്ച് പട്ടിഷൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്ലാസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ നല്ലോണം അനുഭവിച്ച് പെയിൻ കൊണ്ട് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെ രണ്ടാമത്തെ ബസ് കയറാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റേഷനിലേക്ക് പോവാണ്. എന്നും അല്ലാത്തത് ഇന്നാന്നുണ്ടെങ്കിൽ ബസ് കയറിയപ്പോൾ സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുന്നപ്പോൾ സാരിയുടെ അവസ്ഥ ഇതേണ്ടോ ഈ കിടക്കണം. ബസ് വരുന്ന സമയം കൊണ്ട് അതൊക്കെ ഒന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പണ്ടാറ ഷോളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിടന്ന് മുന്നിൽ തന്നെ വരികയാണ്. അങ്ങനെ തന്നെ ഞെറിയൊക്കെ പിടിച്ചും കൊണ്ട് ഞാനിത് ഇങ്ങനെ നേരാക്കി കൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്തെ ഒരു ഫിലിപ്പിന് വന്നത്. എന്നും പുള്ളിക്കാരൻ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ മൈൻഡ് തന്നെ ആക്കാറില്ല. ഇന്ന് ആൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നപ്പോഴേ ഒരു ചെറിയ പുഞ്ചിരി കൊടുക്കാനായിട്ടാണ് കയറി വന്നിരിക്കുന്നത്. ഇത് എവിടെ നിന്ന് ഇറങ്ങി വരികയാണെന്നുള്ള ഒരു ഉദ്ദേശത്തോടുക്കാരായിരിക്കാം മേ ബി. ബസ് കയറിയപ്പോഴാണെന്നുണ്ടെങ്കിൽ എൻ്റെ കോലം കണ്ടിട്ട് എല്ലാവരും വല്ലാത്തൊരു നോട്ടായിരുന്നു കേട്ടോ. ബസ്സത്തെ ചമ്മലൊക്കെ കഴിഞ്ഞിട്ട് ഇതേണ്ട നഴ്സറി വന്ന് കയറിയപ്പോൾ അതിലും വലിയ കഥായിരുന്നു കേട്ടോ. താഴത്തെ അസിസ്റ്റന്റ് ടീച്ചറാണിത്. അവളെന്നെ വല്ലാണ്ട് അങ്ങോട്ട് കൊമ്പത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ക്ലാസ് റൂമിലേക്ക് വന്നപ്പോൾ എൻ്റെ അസിസ്റ്റന്റ് എൻ്റെ അമ്മ ഒന്നും പറയണ്ട, ക്യൂട്ടല്ലെങ്കിലും ഒരുപാട് ക്യൂട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ക്യൂട്ട്നെസ് ആരും അതറി. മെയിൻ ആവാനല്ലെങ്കിലും എന്നെ കഴിച്ചിട്ടല്ലേ വേറെ ആരും ഉള്ളൂ. പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇന്ന് പിള്ളേർ കുറേ ഐറ്റംസ് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഒരു കുട്ടി കൊണ്ടുവന്ന ഫ്രൂട്ട് സലാഡാണ്. ഇതിൽ ഐസ്ക്രീം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഓൺ ദി സ്പോട്ട് കുട്ടികൾക്ക് കൊടുക്കാമെന്ന് കരുതിയിട്ട്. പിന്നെ ഇത് കുട്ടികൾക്ക് മാത്രമല്ല സ്റ്റാഫുകൾക്കും ഉണ്ടായിരുന്നു. ഇത് ലുക്കൈമാത്ത്. പിന്നെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് എന്താണെന്ന് എനിക്ക് പറഞ്ഞുതരാറില്ല, ഒരു തരം സ്വീറ്റ്സ് ആണ്. പിന്നെ ഈ ലുക്കൈമാത്ത് ഉള്ളിൽ ചീസ് ഉള്ളതാണ് കേട്ടോ. ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാ പിള്ളേർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഉള്ളിൽ കുറച്ച് ക്യാൻഡീസൊക്കെ വെച്ചങ്ങാണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ബോക്സ് കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 10 കുട്ടികളാണ്. പക്ഷേ ഇത് മൊത്തം 14 എങ്ങാനും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുട്ടികൾക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ള ഞാൻ നീനുവിനും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലുക്കൈമാത്ത് വീണ്ടും വേറൊരു കുട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല അതിൻ്റെ ഉള്ളിൽ. പക്ഷേ അത് വലിയൊരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അറബിക് ഫുഡ് ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു മിഠായി തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു, ഡോണറ്റുകൾ. ഇത് വേറെ 2 ബോക്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ സെയിം തന്നെ ആയിരുന്നു വേറെ 2 ബോക്സും. ഇത് കഴിഞ്ഞ് എൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടി ഇന്ന് കോസ്റ്റ്യൂംസ് ഇട്ട് വന്നതുകൊണ്ട് തന്നെ അവന് ഭയങ്കര ഷൈ എന്ന് പറഞ്ഞ് ക്ലാസ്സിലേക്ക് പോരാൻ കൂട്ടക്കുന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ അസിസ്റ്റന്റിനെ റിസപ്ഷനിലേക്ക് വിളിച്ചു. പക്ഷെ അവൾ പോയിട്ടും കൂടെ പോകുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ആളെ പിക്ക് ചെയ്യാൻ പോയപ്പോൾ ഇതേണ്ടോ അവൻ്റെ കയ്യിലുണ്ട് ഒരുപാട് ഫുഡ്. ഇത് നഴ്സറിയിലെ എല്ലാ മക്കൾക്കും ഉണ്ടായിരുന്നു, അതിൻ്റെ പുറമെ സ്റ്റാഫിനും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ ഇന്ന് നല്ല രസമായിരുന്നു. അങ്ങനെ വരുന്ന കുട്ടികളൊക്കെ സ്വീറ്റ്സും ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാം കൂടി വീഡിയോ എടുക്കാനുള്ള ഒരു ടൈം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യിക്കാനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്താണ് കേട്ടോ. അങ്ങനെ ലഞ്ച് ബ്രേക്ക് ആയപ്പോഴും ലഞ്ചിന് കൊണ്ടുവന്ന ചോറ് ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റി നാളെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. കാരണം ഓൾറെഡി പിള്ളേരുടെ കൂടി ഇരുന്നിട്ട് ഫുഡ് എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടെ കുടിച്ചപ്പോഴാണ് കേട്ടോ വയറൊന്ന് സെറ്റായത്. കാരണം ആകെ തിമ്മിട്ടിട്ടുണ്ടായിരുന്നു പല ഐറ്റംസ് ഫുഡ് കഴിച്ചിട്ട്. ചൂടുവെള്ളം കൊണ്ടൊന്നും വയറ് ശരിയാവാത്തതുകൊണ്ട് തന്നെ വരുന്ന വഴി ബക്കാല കയറിയിട്ട് മെഷീൻ കോഫി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് സാരി വലിച്ചു കുത്തിയിട്ട് ഇനി വീട്ടിലേക്കുള്ള പോക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിലെത്തിയിട്ട് ഇതൊക്കെ ഊരിട്ട് കഴിഞ്ഞാലേ സമാധാനമുള്ളൂ. അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.